മൃദുലയും കുഞ്ഞുങ്ങളും ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നാഷണൽ ഹോസ്പിറ്റലിൽ ICUയിൽ. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്. ഡോക്ടർ, എന്റെ ഭാര്യയും കുട്ടികളും അവര് പറ ഡോക്ടർ, അവർക്ക് എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാണ്. വളരെ വീര്യം കൂടിയ പോയിസൺ ആണ് അകത്ത് ചെന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ പെങ്ങടെയും മക്കളുടെയും ജീവൻ വെച്ച കളിക്കണേ. സൂക്ഷിച്ചോ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ നീ നിന്റെ തറവാടും ഉണ്ടാവില്ല. മോളെ മോളെ മൃദുലേ, വാതില് തുറക്കും മോളെ. മൃദുലേ, മൃദുലേ. മൃദുലേ, മൃദുലേ. മോനെ, പുറകിലത്തെ വാതിലും കുറ്റിയിട്ടിരിക്കുക. അവൾ എന്തെങ്കിലും കടുങ്കൈ. എന്റെ ഈശ്വര. മോളെ, മോളെ ചവിട്ടി തുറക്കടാ. മൃദുലേ, മൃദുലേ. മോളെ, മോളെ മൃദുലേ, മോളെ, മോനെ. ഈശ്വര. മൃദുലേ, മോളെ. മൃദുല. മൃദുലേ, ഈശ്വര. മൃദുലേ, മോനെ. മോനെ, എന്താ പറ്റിയത്? മൃദുലേ, മൃദുലേ. മോനെ, മോനെ, പിടിക്ക്, പിടിക്ക്. പിടിക്ക്. മൃദുലേ, മൃദുലേ. പിടിക്ക്. ഒന്ന് വേഗം വണ്ടി വിടണം. മൃദുലേ, 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 മൃദുലേ. മക്കളെ, മൃദുലേ. വീട്ടിൽ നിന്ന് വേഗം വിടണം. വീട്ടിൽ മൃദുലേ, മൃദുലേ, മൃദുലേ. മോളെ, മോളോ. മൃദുലേ, മൃദുലേ. മോളോ. മോളെ. വീട്ടിൽ എന്റെ മൃദുലേ മക്കളും. മൃദുലേ. ഡോക്ടർ, യെസ്. ICUയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ.
ഭാര്യയും കുട്ടികളും അവര് പറ ഡോക്ടർ, അവർക്ക് എങ്ങനെയുണ്ട്? ഒബ്സർവേഷനിലാണ്. വളരെ വീര്യം കൂടിയ പോയിസൺ ആണ് അകത്ത് ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി കോംപ്ലിക്കേഷൻ ഇല്ലാതില്ല. ഡോക്ടർ, എന്റെ ഭാര്യയും മക്കളെ ഒരാപത്തും കൂടാതെ തിരിച്ചു തരണം പ്ലീസ് ഡോക്ടർ. ഞാൻ എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാം, അവരെനിക്ക് തിരിച്ചു തരണം. കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല ചികിത്സയാണ് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വൈദ്യശാസ്ത്രത്തിനും പണത്തിനും മീതെ ചില സത്യങ്ങളുണ്ടല്ലോ. മനസ്സുരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഡോണ്ട് ബി അപ്സെറ്റ്, ഓക്കെ? ഹലോ, ഞാൻ പീറ്ററാ, വേണുവിന്റെ സുഹൃത്ത്. നിങ്ങൾ ഇവിടേക്ക് എന്തിനു വിളിക്കണം? നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട്. എന്ത് കാര്യം? മൃദുലയും കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ചങ്ങാതി ഇറക്കി വിട്ടതിന്റെ കാരണം ബോധിപ്പിക്കാനോ? പറയടോ. ഒന്ന് അടങ്ങ് പെങ്ങളെ, എന്നിട്ട് കാര്യം എന്താന്ന് പറയുന്ന കേക്ക്. മൃദുലയും കുഞ്ഞുങ്ങളും ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നാഷണൽ ഹോസ്പിറ്റലിൽ ICUയിൽ. ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ്. സൗകര്യപ്പെടുമെങ്കിൽ ഒന്ന് കാണാം. അമ്മേ, അമ്മേ, ഒന്നിങ്ങി വന്നേ. രാമോഷനേട്ടാ, ഒന്ന് വന്നേ. എന്താടി, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ? രാമോഷനേട്ടാ, വേണുവിന്റെ സുഹൃത്ത് ഇപ്പൊ വിളിച്ചിരുന്നു. മൃദുലയും കുഞ്ഞുങ്ങളും അവരിപ്പോ. എന്താ മോളെ, മൃദുലയും കുഞ്ഞുങ്ങളെ കണ്ടെത്തിയോ? അതല്ലച്ച, അവരിപ്പോ ഹോസ്പിറ്റലിലാത്രേ. അയ്യോ, ഹോസ്പിറ്റലിലോ? എന്താ എന്താ എന്റെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയേ? അത് നീ ചുമ്മാ തപ്പി തടയാതെ കാര്യം പറ. അവര് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. അയ്യോ, ICUലാത്രേ ഉള്ളത്. എന്റെ ഭഗവതി, ചതിച്ചല്ലോ. നേരാണോ ഈ കേട്ടത്? ഇങ്ങനെയുള്ള കാര്യം ആരെങ്കിലും വെറുതെ വിളിച്ച് പറയൂ അച്ഛാ? മോളെ ലക്ഷ്മി, അവരേത് ഹോസ്പിറ്റലിലാ ഉള്ളത്? നാഷണൽ ഹോസ്പിറ്റലാന്നാ പറഞ്ഞത്. ഇല്ല, എന്റെ മോള് ചാകാനൊന്നും പോവില്ല. ചാവണമെങ്കിൽ കെട്ടിയവൻ വേറൊരുത്തരുടെ കൂടെ പൊറുതി തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ അത് ചെയ്യേണ്ടതായിരുന്നു. ഇതാ നെറുകെട്ടവന്റെ പണി തന്നെ ആയിരിക്കും. അവൻ എന്റെ മോളെ മക്കളെ ഇല്ലാതാക്കാൻ നോക്കിയതായിരിക്കും. പത്മം, നീ ഒന്ന് അടങ്ങ്. കാര്യം എന്താണെന്നറിയാതെ വെറുതെ ബഹളം വെക്കല്ലേ. നിങ്ങൾ മിണ്ടരുത്. ഈ തറവാട് കുളം തോണ്ടാൻ നോക്കിയിട്ടും അനന്തരവനെ കുറെ നാൾ തലേ ചുമന്നുകൊണ്ട് നടന്നല്ലേ, അതിന്റെ ഫലമായത്. എന്റെ ഈശ്വര, എന്നാലും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വരുത്തിയല്ലോ. അവരെ ഇത്ര നാള് കണ്ണീര് കുടിപ്പിച്ചിട്ട് മതിയായില്ലേ? എന്റെ ഈശ്വര. അമ്മ സമാധാനിക്കുക. ചിലപ്പോ നമ്മളെ ഒന്ന് വരട്ടാൻ വേണ്ടിട്ട് വേണു വല്ലവരും കൊണ്ട് വിളിപ്പിച്ചതായിരിക്കും. അങ്ങനെ തന്നെ എനിക്കും തോന്നുന്നത്. അല്ലാതെ കണ്ട പൈങ്കിളി കഥയിലെ പെണ്ണുങ്ങളെ പോലെ ഭീരുവായി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതൊന്നും അല്ല മൃദുലേച്ചി. എന്തായാലും നമുക്കത് അന്വേഷിക്കാം. നിങ്ങൾ വന്നേ. ഞങ്ങൾ പോയിട്ട് വരാം. ഞാനും വരാം. എനിക്ക് എന്റെ മോളെ കാണണം. അമ്മ പറയുന്നതൊന്ന് കേക്ക്. അരുതാത്തതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാതെ സമാധാനമായിട്ടിരിക്കെ. ഞങ്ങൾ വേഗം വരാം. ലക്ഷ്മി, അമ്മയെ നോക്ക്. അമ്മ വന്നേ, അവര് പോയിട്ട് വരട്ടെ. ചെന്ന് ഇത്തിരി നേരം കിടക്കമ്മേ. വാ. എല്ലാം കേട്ട് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു അല്ലേടി നശിച്ചവളെ. ഇവിടെ വാടി. നിന്റെ ആങ്ങള കാരണം എന്റെ മോളും മക്കളും ചാകാൻ കിടക്ക. ഇനി നീ ഇവിടെ നിക്കണ്ട. ഇറങ്ങി പുറത്ത്. ഇറങ്ങി പോവാൻ. അമ്മ പറഞ്ഞത് കേട്ടില്ലേടി? തറവാട് മുടിപ്പിക്കാനായിട്ട് ഇനി നീ ഇവിടെ നിക്കണ്ടാന്ന്. പോ, ഇറങ്ങി പോവാൻ. എടി പോടി.
ഇറങ്ങടി ഇങ്ങോട്ട്. പറഞ്ഞത് കേട്ടില്ലേ? എന്നോടാ പറഞ്ഞത്. ഓടി വെളിയില്. പോവാൻ. സിസ്റ്റർ, മൃദുല എന്നൊരു പേഷ്യന്റ് അകത്തുണ്ട്. അവർക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ നോക്കുന്നുണ്ട്. ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരുത്താതെ നോക്കണേ. അച്ഛാ, ധാവൻ ദ്രോഹി. പള്ളിക്കലുകാരെ തകർക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ വേണ്ട വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ വെറുതെ വിട്ടു. അത് നിനക്ക് തഞ്ചമായല്ലടാ. ഇപ്പൊ ഞങ്ങളുടെ പെങ്ങടെയും മക്കളുടെയും ജീവൻ വെച്ചാ നീ കളിക്കണേ. സൂക്ഷിച്ചോ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ നീ നിന്റെ തറവാടും ഉണ്ടാവില്ല. മതി. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു അതിരുണ്ട്. അത് കഴിഞ്ഞ ചിലപ്പോ മിണ്ടരുത് നീ. നാവ് ഞങ്ങൾ പിഴുതെടുക്കും. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്കിപ്പോ സഹിക്കാനും ക്ഷമിക്കാനും പറ്റണില്ലല്ലേ? നിന്റെ അമ്മയായിട്ട് തുടങ്ങി വെച്ചതാ പള്ളിക്കലുകാരുടെ കണ്ണീര് വീഴ്ത്താൻ. ഇപ്പൊ നീയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച എന്റെ പെങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ നീ അപകടത്തിലാക്കിയത്. നിന്നെ ഞാൻ